അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് നമ്മുടെ ഫോക്കസ് നമ്പർ 1 എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും SITക്കും ഒരുപോലെ ആശ്വാസം ഉണ്ടാകുന്ന നടപടികളാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമസഭയിൽ അകത്തും പുറത്തും ഒരുപോലെ സമരത്തിലാണ് പ്രതിപക്ഷം എന്നത് നമുക്കറിയാം. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് MLA മാർ സഭയ്ക്ക് പുറത്ത് സമരം ചെയ്യുന്നതെങ്കിൽ SIT അന്വേഷണത്തിലെ വീഴ്ചയും സർക്കാർ ഇടപെടലും ഒക്കെ എടുത്തുകാട്ടി ശക്തമായ പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നിയമസഭയ്ക്കുള്ളിൽ നടന്നു വരുന്നത്. ആ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിലെ നടപടിയിലൂടെ ഇന്നുണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കോടതി. അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നതാണ് ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിന് വൻ ആശ്വാസം നൽകുന്നതാണ് ഇന്നത്തെ കോടതി നടപടികൾ എന്നത് നമുക്ക് കൃത്യമായും പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് നിയമസഭ തുടങ്ങിയപ്പോൾ മുതൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സർക്കാരുമായി സഹകരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ ഇന്നും കണ്ടത്. ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ തന്നെ അവർ പ്രതിഷേധത്തിലായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വഴിതെറ്റി എന്നതായിരുന്നു പ്രധാന ആരോപണം. അന്വേഷണം മുന്നോട്ട് പോയാൽ പ്രധാന CPM നേതാക്കൾ ഉൾപ്പെടെ കുടുങ്ങും തുടങ്ങിയ കാര്യങ്ങളാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതികളെല്ലാവരും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണെന്നും അതിന് SIT അവസരം ഒരുക്കി നൽകുന്നു എന്നതും പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനമാണ്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇതൊക്കെയാണ് പ്രതിപക്ഷം ആവർത്തിച്ച് സഭയ്ക്കുള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോണിയാഗാന്ധിക്കെതിരായ പ്ലക്കാർഡ് ഉയർത്തിയും മന്ത്രിമാരെ അണിനിരത്തിയും ഒക്കെയായിരുന്നു സർക്കാരിന്റെ ഇതിനോടുള്ള പ്രതിരോധം. അങ്ങനെ സഭയിൽ പ്രതിപക്ഷം കത്തിക്കയറുമ്പോഴാണ് ഹൈക്കോടതിയിൽ നിർണായക ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവരുടെ ഹർജിയാണ് ഇന്ന് ദേവസ്വം ബെഞ്ചിന് മുന്നിലേക്ക് എത്തിയത്. ഈ സാഹചര്യത്തിലാണ് കോടതി ചില നിർണായക വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്, നിർണായക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. SIT അന്വേഷണത്തെ പ്രശംസിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് SIT അന്വേഷണത്തെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് കോടതി പ്രശംസിച്ചതെന്ന് നോക്കിയാൽ SITയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് എന്ന് പറയുന്നു ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അതിൽ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതിസങ്കീർണമായ കേസാണ് ഈ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ള കേസ് എന്നതാണ് ദേവസ്വം ബെഞ്ച് പറയുന്നത്. കൊലപാതകം പോലെയോ മർദ്ദനം പോലെയോ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന ഒരു അന്വേഷണമല്ല ഈ കേസിലേത് എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എന്തുകൊണ്ട് ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നതായിരുന്നല്ലോ ഇവിടെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം. അവിടെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഇതൊരു സാധാരണ കേസല്ല, വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന കേസല്ല, കൊലപാതകം പോലെയോ മർദ്ദനം പോലെയോ ഒന്നും അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുന്ന കേസല്ല ഇത് എന്നത് ചൂണ്ടിക്കാട്ടുന്നത്. കവർച്ചയുടെ ഓരോ കണ്ണികളും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നതാണ് കോടതി പറയുന്നത്. പ്രതീക്ഷിക്കാൻ കഴിയുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇതൊക്കെ കാണുന്നവർ പ്രതീക്ഷിക്കുന്നത് പോലെ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കേസല്ല ഇത് എന്ന വലിയ ശക്തമായ ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതൊരു സങ്കീർണമായ കേസാണ് എന്നത് കോടതി പറയുന്നു. അത് സമയമെടുത്ത് തന്നെ SIT അന്വേഷിക്കട്ടെ എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും തല്ലിക്കൂട്ടി കോടതിയിൽ കൊടുക്കുകയല്ല വേണ്ടത്. കൃത്യമായ അന്വേഷിച്ച് അതിന്റെ കണ്ണികൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതിന് സമയമെടുത്ത് SIT അന്വേഷിക്കട്ടെ എന്ന് കോടതി പറയുന്നു. കുറ്റവാളികൾ രക്ഷപ്പെടുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും ഇതിനെ വിമർശിക്കുന്നവർ ഉയർത്തിക്കാട്ടുന്നത്. നോക്കൂ, പോറ്റി ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരാൻ പോകുന്ന സാഹചര്യമാണ്. അങ്ങനെ ഈ കേസിലെ പ്രധാന പ്രതികളെല്ലാം ജാമ്യം തേടി സ്വാഭാവിക ജാമ്യം മേടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം കുറ്റവാളികൾ രക്ഷപ്പെടാൻ ഇടയാക്കുമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആശങ്ക. ആ വിഷയത്തിൽ കോടതി പറഞ്ഞത് 90 ദിവസത്തിന് ശേഷം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്ക കോടതിക്കില്ല എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് കോടതി പറയുന്നു. കുറ്റം ചെയ്തവർ ആരും നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടില്ല. പ്രതികളെ ഏതെങ്കിലും തരത്തിൽ ജാമ്യം തടഞ്ഞുകൊണ്ട് ജയിലിൽ ഇടുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കോടതി മേൽനോട്ടത്തിലാണ്.
കുറച്ചുകൂടെ സമയം നൽകൂ എന്നും ഹർജിക്കാരോട് കോടതി പറയുകയാണ്. ഞങ്ങൾ മേൽനോട്ടം വഹിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഞങ്ങൾക്കതിൽ ബോധ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം കൂടി SITക്ക് നൽകൂ എന്നതാണ് കോടതി പറയുന്നത്. അന്വേഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്ന് കോടതി പറയുന്നു. അതിനുശേഷം ഹർജിക്കാരോട് കോടതി പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഹർജിക്കാർ ആവശ്യപ്പെട്ടത് CBI അന്വേഷണമാണ്. നിസാരമായ കാര്യങ്ങൾ മുൻനിർത്തി CBI അന്വേഷണം ആവശ്യപ്പെടരുത് എന്നതാണ് ഹർജിക്കാരോട് കോടതി പറഞ്ഞത്. SIT അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ദേവസ്വം ബെഞ്ചിന് അറിയാം. സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണ് CBIയിൽ ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. അവിടെ പോയാലും ഇവരൊക്കെ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നതാണ് കോടതി പറയുന്നത്. ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് എന്നതും കോടതി ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന് 100-ൽ 100 മാർക്ക് നൽകുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ആണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് വലിയ സങ്കീർണമായ കേസാണ്. നമ്മൾ തുടക്കത്തിലൊന്നും കാണുന്നത് പോലെ അല്ല, ഇപ്പോൾ വലിയ സങ്കീർണമായ കേസായി ഈ സ്വർണ്ണക്കൊള്ള കേസ് മാറിയിരിക്കുന്നു. അതിന്റെ കണ്ണികൾ കൂട്ടിയിണക്കുക എന്നത് വലിയ ഭാരിച്ച പണിയാണ്, സങ്കീർണമായ പ്രവൃത്തിയാണ്. അത് സമയമെടുത്തുകൊണ്ട് SIT ചെയ്യട്ടെ എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. CBI അന്വേഷണ ആവശ്യം അംഗീകരിക്കാതെയാണ് കോടതി ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. CBI അന്വേഷണ ആവശ്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇന്ന് കോടതിയിൽ മറുപടി നൽകണമായിരുന്നു. അപ്പോൾ സർക്കാർ ഇന്ന് കൊടുത്ത മറുപടിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തങ്ങളുടെ പക്കലില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. SITയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമല്ല എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഇന്ന് കോടതിയെ അറിയിച്ചു. തങ്ങൾക്കൊന്നും അറിയില്ല. നോക്കൂ, പ്രതിപക്ഷം, ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ SITയെ നിയന്ത്രിക്കുന്നത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവരിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതായിരുന്നു ആരോപണം. പക്ഷേ സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഈ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തങ്ങളുടെ പക്കലില്ല, തങ്ങൾക്ക് വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നതാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഇന്ന് കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നേരിട്ടാണ് അന്വേഷണ മേൽനോട്ടം വഹിക്കുന്നത്. അതിനാൽ CBI അന്വേഷണ ആവശ്യത്തെ എതിർക്കേണ്ടത് വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കോടതി എന്നതാണ് സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. SIT അന്വേഷണം എങ്ങനെ ഏത് നിലയിൽ പുരോഗമിക്കുന്നു എന്നത് സംബന്ധിച്ച് തങ്ങൾക്കൊരു ധാരണയില്ലാത്തപ്പോൾ തങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കുക എന്ന സാഹചര്യമാണ് സർക്കാർ ഇന്ന് യഥാർത്ഥത്തിൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഹൈക്കോടതി SITയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അത് SITയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായാലും ഈ വരുന്ന കാലതാമസം അതാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടിയിരുന്നത്. സ്വാഭാവിക ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഈ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ളവ വൈകുന്നു, ഇതിൽ SITക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അത് സമ്മർദ്ദം കൊണ്ടാണ്, ഇതൊക്കെയാണ് ഉയർന്ന ആരോപണമെങ്കിൽ ഇതിനെല്ലാം അക്കമിട്ട് എണ്ണി കോടതി മറുപടി പറഞ്ഞിരിക്കുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. എന്താണ് നടക്കുന്നത് എന്ന ബോധ്യം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ ദിശയിലാണ് അന്വേഷണം എന്നാണ് കോടതി പറയുന്നത്. അത് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള നിലപാടാണ്. ഈ പ്രതിപക്ഷ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നിലപാട് വരുന്നത്, ഇത്തരമൊരു നിരീക്ഷണം വരുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതൊക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്നത് ദേവസ്വം ബെഞ്ചാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വരുന്ന നിരീക്ഷണത്തിനാണ് ഏറെ പ്രാധാന്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ആശ്വാസത്തിൽ തന്നെയാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരുടെ പ്രതികരണം വരുന്നത്. ഈ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം, അതിൽ SIT നടത്തുന്ന അന്വേഷണം, അതിനെ പൂർണ്ണമായും കോടതി അംഗീകരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ് എന്ന് P. രാജീവ് പറയുന്നു. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബജറ്റ് സമ്മേളനം അലങ്കോലമാക്കിയ പ്രതിപക്ഷം കേരളത്തോട് മാപ്പ് പറയണം എന്നതാണ് മന്ത്രി ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏത് മുദ്രാവാക്യം വെച്ചിട്ടാണ് ആ സഭ അലങ്കോലപ്പെടുത്തുന്ന പ്രശ്നം സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം എന്ന നിലയിലാണ്. ആ സന്ദർഭത്തിൽ ഹൈക്കോടതി SITയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. പൂർണ്ണമായി ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമായിരുന്നു. അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതികളുടെ വിശ്വാസം ഉറപ്പിച്ച് വേണ്ടേ സഭാ നടപടികളെ സഹകരിക്കേണ്ടിയിരുന്നത്? അപ്പൊ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിൽ അസാധാരണ സിദ്ധി കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷ മേധാവിന്റെ അത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടാൻ നിർബന്ധിതമായിട്ടുള്ളത്. അപ്പോ സർക്കാരിനും
SITക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് ഹൈക്കോടതിയിലെ ഇന്നത്തെ നടപടികൾ. പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരികയാണ്. മുരാരി ബാബു ഉൾപ്പെടെയുള്ള പ്രതികൾ പുറത്തു വന്നു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ചിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൽ SITക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. ഇത് പൊതുസമൂഹത്തിന് അന്വേഷണത്തിൽ സംശയം ജനിപ്പിക്കും എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അന്ന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ആശങ്കകൾ ദേവസ്വം ബെഞ്ച് പൂർണ്ണമായും ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണ പുരോഗതി അറിയുന്നത് കോടതിക്കാണ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT സമർപ്പിക്കുന്നത് ദേവസ്വം ബെഞ്ചിനാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി പറയുന്നത് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല, ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പറയുമ്പോൾ മറ്റ് സംശയങ്ങൾ നമുക്ക് മാറ്റിവെക്കാം, കോടതിയെ വിശ്വസിക്കാം. സ്വർണ്ണക്കൊള്ളയിൽ ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്നതാണ് കോടതി ഇന്നും ആവർത്തിച്ചിരിക്കുന്നത്. അത് തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.